രാവിലെ നമ്മൾ ചർച്ചയ്ക്ക് കയറി. ആ ചർച്ചയുടെ ഭാഗമായി അവര് നമുക്ക് ആധികാരികമായി ഒപ്പിട്ട് നൽകിയ ലിസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ലിസ്റ്റാണ്. നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കും. ആ മൂന്ന് പേർക്ക് പുറമെ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ആ നേരിട്ട് പരിചയമുള്ള ആളുകളുടെ പേര് പറയുമ്പോൾ ഇവർ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ബാങ്കിന്റെ സമീപനം എന്ന് പറയുന്നത് തീർത്തും ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടിയല്ല, ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബന്ധപ്പെട്ട് ഈ ബ്രാഞ്ചിന് കീഴിൽ, ചൂരൽമല ബ്രാഞ്ചിന് കീഴിൽ ഏതെങ്കിലും വിധത്തിൽ ദുരിതം നേരിട്ട ആളുകളിൽ നിന്ന് ഈടാക്കിയ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കുകയും ആ പൈസ തിരിച്ചു കൊടുത്തതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. അത് ഞങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം പിന്നീട് പൊതുസമൂഹത്തോടൊരു മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ സമരം അവസാനിക്കുള്ളൂ. അതുവരെ ഈ സമരം തുടരുക ചെയ്യും. ഇത് തന്ന 3 ലിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി തിരിച്ച്, അതായത് സർക്കാർ സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി തിരിച്ചു കയറിയ ആളുകളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെയുള്ള സമരത്തിന് കൂടുന്ന ആളുണ്ട്. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്ത ഒരു ഗോൾഡ് ലോൺ ഉണ്ട്, അബ്ദുൾ ജമീൽ എന്ന് പറഞ്ഞ. അബ്ദുൾ ജമാലിന്റെ നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി ഭീഷണിപ്പെടുത്തി 6500 രൂപ ഒരു വർഷത്തെ പലിശ ഈടാക്കി ആ പലിശ അടച്ചാണ് ഇവിടെ പുതുക്കിയിട്ടുള്ളത്. എന്തൊരു മനുഷ്യത്തിലേക്ക് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മനുഷ്യരവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണുനീര് പറ്റാത്തൊരു സാഹചര്യം ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവരുടെ 2 ബാങ്കുകൾക്ക് മാത്രം ബ്രാഞ്ചുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ച് എന്ന് പറയുന്നത് ഗ്രാമീൺ ബാങ്കാണ്. ആ ഗ്രാമീൺ ബാങ്കിലെ അധികാരികൾക്ക് ഇങ്ങനെ സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇവർക്ക് എത്രമാത്രം മനുഷ്യത്വരഹിതമായി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. ഈ സമരം തുടങ്ങി 2 മണിക്കൂർ സമയം പിന്നിട്ടിട്ടും ഈ 3 പേരുടെ ലിസ്റ്റിനപ്പുറം ഇതുവരെ എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കബളിപ്പിക്കുന്ന സമീപനമാണ് ബാങ്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എത്ര അക്കൗണ്ട് ഹോൾഡേഴ്സ് അവിടെയുള്ളവരുണ്ട്, എഫക്റ്റഡ് ആണ്? ഞങ്ങൾ കൃത്യമായി കുറെ ആളുകളുടെ പേര് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ ഇത്ര ആളുകളെ പേര് പറയാൻ കഴിഞ്ഞിട്ടും അവരുടെ പോലും പരിശോധിക്കാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ആകെ 2 ബാങ്കേ ഉള്ളൂ. ഒന്ന് കേരള ബാങ്കും പിന്നെ ഈ ഗ്രാമീൺ ബാങ്കും ഉള്ളത്. ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ 2 ബാങ്കിലാണ് പിന്നെ ഇതിൽ അക്കൗണ്ട് ഉള്ളത്. ഇതിൽ കേരള ബാങ്ക് കൃത്യമായ സമീപനം സ്വീകരിച്ചു, നല്ല നിലപാടാണ് സ്വീകരിച്ചത്. ആ സമീപനം ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ലാന്ന്, അവിടെ കാർഷിക വായ്പകൾ എടുത്തവരുണ്ട്, അവിടെ ആധാരങ്ങൾ അവിടുത്തെ ബാങ്കിലുണ്ട്. അതൊക്കെ വിട്ടുകൊടുക്കാനുള്ള ഒരു സമീപനം, മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ട ഈ ഒരു സമയത്ത് നിങ്ങളൊക്കെ എത്ര ദിവസമായി അവിടെ വന്നു നിൽക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോ വളണ്ടിയർമാരും എത്ര ദിവസമായി അവിടെ സർവീസ് ചെയ്യേണ്ട സമയത്താണ് ഞങ്ങൾ ഇവിടെയുള്ള ഈ സമരത്തിന് വന്നിട്ടുള്ളത്. അതൊക്കെ ചിന്തിക്കണ്ടേ? ഇവർക്ക് ഇവിടെ AC റൂമിൽ ഇരുന്നിട്ട് ഇവർക്ക് ഓരോ തീരുമാനങ്ങൾ എടുത്ത് പോയാൽ മതി. ഇതങ്ങനല്ല. ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത്ര 10-20 ദിവസത്തോളായി ആകെ ആശ്രയം ആ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു സംഖ്യ മാത്രം. അതിൽ നിന്ന് കൈയിട്ട് വാരാന്നുണ്ടെങ്കിൽ എന്ത് സമീപനം ഇവരിപ്പോ നമുക്ക് തന്ന ലിസ്റ്റ് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ലിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി ഈ ചൂരൽമല ബ്രാഞ്ചിന് കീഴിൽ ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ച മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് എടുത്ത് അവരുടെ നിന്ന് പൈസ ഈടാക്കിയത് തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്ന് ആ ഡീറ്റെയിൽസ് ഞങ്ങൾ കൺഫേം ചെയ്ത് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ